എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ചേരിയിൽ പന്തല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പന്തല്ലൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ് എൻ്റെ പുറകിലുള്ളത്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് സൗമ്യയുടെയും ഷിനോയുടെയും ഒരു വസതിയുണ്ട്. ആ വസതിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്ന് അവർക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇരട്ട സന്തോഷം. അപ്പോൾ ആ ഒരു ഇരട്ട സന്തോഷത്തിലേക്ക് നമ്മളും പങ്കുചേരുകയാണ്. ആ കാണുന്നതാണ് അവരുടെ വസതി. നമുക്ക് അങ്ങോട്ട് പോവാം. നല്ലൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. പേര് വിനോയ്. ഇവിടെ മലപ്പുറം ജില്ലയിലാണ്, പന്തല്ലൂർ എന്ന സ്ഥലം. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. സോളാർ ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര നാളായി പോകാൻ കഴിഞ്ഞിട്ട്? പക്ഷേ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് ശേഷമാണ്. അല്ലേ, 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഓക്കെ. ഈ കുഞ്ഞില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? അപ്പോൾ ആദ്യത്തെ സമയത്ത് നമുക്ക് അത്ര വലിയ ഫീലിങ്സ് ഒന്നും, പിന്നെ അത് ഒരു ഇറിറ്റേറ്റീവ് മൈൻഡിലേക്ക് അങ്ങനെ തോന്നി തുടങ്ങി. അത് എന്നേക്കാൾ കൂടുതൽ പക്ഷേ സൗമ്യക്കായിരിക്കും അത്. നമ്മളത് ആ ഒരു അർത്ഥത്തിൽ വിടും. പക്ഷേ അങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ അതിൽ പറയാൻ പറ്റുമെന്ന് ചെറിയ, പക്ഷേ ഞാൻ അതിൽ കൊടുത്ത മറുപടി നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി. ഞങ്ങൾ ഒരുമിച്ച് പാലക്കാട് വർക്ക് ചെയ്തു. ആ സമയത്തോട് ചേച്ചി വെച്ച് ചോദ്യം എന്നും ചോദിക്കുക. അത് ദിവസം കാണുന്ന ആളുകളാണ്, മിക്കവാറും ദിവസം കാണുമ്പോൾ ചോദിക്കുന്നത് ഒന്നും ആയില്ലേ, ഒന്നും നോക്കണില്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി നോക്കിയിട്ടുള്ളൂ, ഇതൊന്നും നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ ആ ചേച്ചി അത്രയും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതോടുകൂടി അവരെല്ലാവരോടും ആ ചോദ്യം നിർത്തിയിട്ടുണ്ടാവുന്നു. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നലെ നമ്മളെ കാണുന്നുണ്ട്, ഇന്നും കാണുന്നുണ്ട്, നാളെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും ചോദിക്കും, ഇന്നും ചോദിക്കും. നമ്മൾ അവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല, എന്നാലും നമ്മളോട് ഇന്നലെ ചോദിക്കും. പിന്നെ അതിന് മറുപടി അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു പഠനം അനുസരിച്ച് നമ്മൾ 10 ദമ്പതികൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 8-9 പേർക്ക് ഇതൊരു കോമൺ റീസൺ ആയി. പണ്ടത്തെ പോലെ അല്ല. നാച്ചുറലി നമ്മളിപ്പോൾ കൺസീവ് ആവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ടടുത്ത ഒരു തീരുമാനം എന്തായിരുന്നു? ട്രീറ്റ്മെന്റിലേക്ക് പോകാനാണ് ചെയ്തത്. കുടുംബത്തില് നേഴ്സുമാരെ അങ്ങനെ ആളുകളൊക്കെ ഉണ്ട്, ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് നല്ലൊരു ഡോക്ടറെ കാണാമെന്ന രീതിയിൽ ഡോക്ടറെ കാണുകയും ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചപ്പോൾ, തീരുമാനിച്ചപ്പോൾ നിങ്ങൾ ചെയ്ത ആദ്യത്തെ കാര്യം എന്തായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഫസ്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് എത്തിപ്പെട്ടത്? ഞങ്ങൾ പാലക്കാടായിരുന്നു. പാലക്കാട് പിന്നെ ഈ ഫീൽഡിലുള്ള ഡോക്ടറെ അടുത്തേക്കാണ് ആദ്യമായിട്ട് പോകുന്നത്. ഓക്കെ. അങ്ങനെ ഒരു 3-4 ഡോക്ടർമാരെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവസാനം ഇവിടെ നജമുദ്ദീൻ സാറെടുത്ത്, മഞ്ചേരി, ഞങ്ങൾക്ക് ഇവിടെ മഞ്ചേരി ആയതുകൊണ്ട് നജമുദ്ദീൻ സാറെടുത്ത് പോയി. സാറും ഏകദേശം 1 വർഷത്തിലേറെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. അവസാനം സാറിനെയാണ് സജസ്റ്റ് ചെയ്തത് ക്ലാസ്സിലേക്ക് വരാമെന്നത്. കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പുള്ളൊരു സമയവും കുഞ്ഞുണ്ടായതിനു ശേഷമുള്ളൊരു സമയം, അതൊന്ന് നമുക്കൊന്ന് പറഞ്ഞറിയിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ? രണ്ടും 2 സിറ്റുവേഷനാണ്. മറ്റേ നമ്മളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ പ്രതീക്ഷിക്കും. ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഓരോ മാസം പ്രതീക്ഷിക്കും. ഈ മാസം അതിൽ 1-2 ദിവസം നമ്മുടെ ടൈം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷയിലേക്ക് പോകും. ചിലപ്പോൾ അത് ഭയങ്കര നിരാശയിലേക്ക് അങ്ങനെ ഇങ്ങനെ പോയി അവസാനമാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്. അതിന് ശേഷം ജീവിതത്തിൽ ഭയങ്കര മാറ്റമാണ്. ക്രാഫ്റ്റ് എന്ന് നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ആ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു രണ്ടാമത് ചിന്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് നജമുദ്ദീൻ സാറെ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക കോൺഫിഡൻസിൽ തന്നിട്ടുള്ളൊരു ഡോക്ടറാണ്. അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, എന്താണ് ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയും. ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രോഗ്രസ്സും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ അവസാനം സാറ് ഈ സജഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രാഫ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പ്, പല ഹോസ്പിറ്റലുകളുണ്ട് ക്രാഫ്റ്റും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയി കഴിയിച്ചു. കൂടുതൽ റിസർച്ച് അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. ക്രാഫ്റ്റിൽ ഒരു അനുഭവം എന്തായിരുന്നു? ക്രാഫ്റ്റിൽ പൊതുവേ നല്ല അഭിനയം. ഇപ്പോൾ മിനിഷ, നമ്മുടെ PRO മിനിഷ, അവരായിട്ടാണ് ഞങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്തത്. സത്യത്തിൽ പിന്നെ ആ കോൺടാക്ട് ഇപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷവും നമ്മുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്.
നമ്മുടെ വീട്ടിലൊരു അംഗം പോലെയാണ് നമുക്ക് ഇവരൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ക്രാഫ്റ്റ് ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിട്ടില്ല. അതായത് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഒരുപാട് പിന്നെ വെറൈറ്റി ട്രീറ്റ്മെൻറ്റുള്ള ഹോസ്പിറ്റലിൽ പോയാൽ ഉള്ള വ്യത്യാസം ക്രാഫ്റ്റ് ഇതിന് മാത്രമുള്ളതാണ്. അതിൽ നമുക്കൊരു ശരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമാണ്. അതായത് കെയറിങ് ആയാലും ശരി. നമ്മൾ മനസ്സിലാക്കിയ സാധനം അവിടെ ഓരോരുത്തർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് തോന്നിയിട്ടില്ല. കാരണം നമ്മളുള്ള സമയത്ത് നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടും ആ സമയത്ത്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരേ ആവശ്യങ്ങൾക്ക് ഒരേ സമയത്ത് വരുന്ന ആളുകൾ പോലും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെ വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഓരോ മൈന്യൂട്ടായുള്ള കാര്യങ്ങളും പിന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്ത് പിന്നെ വേണ്ട മാറ്റങ്ങളും നിർദ്ദേശങ്ങളും തന്നുകൊണ്ടാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പോയിട്ടുള്ളത്. അതൊക്കെ വളരെ പിന്നെ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റു സ്ഥാപനങ്ങളിൽ പോയി വരുന്ന ആളുകൾ അവരും പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഏതായാലും ക്രാഫ്റ്റ് വളരെ ബെറ്ററാണെന്ന് തോന്നി. ഞാൻ പലരെയും സജസ്റ്റ് ചെയ്യാറുണ്ട്. 10 വർഷത്തോളം ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു. ആ കാത്തിരിപ്പ് കൂടാതെ അത്യാവശ്യം കുറച്ച് പൈസയും ചിലവാക്കിയിട്ടുണ്ട്. അതിന് ശേഷമുള്ളതാണ് ഈ ഒരു സന്തോഷം. അപ്പോൾ അത് വെച്ച് വിലയിരുത്തുമ്പോൾ നിങ്ങൾക്കത് എന്തായിരിക്കും? അത്ര നാളത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഇത്രയും കാശ് ചിലവാക്കി അതിനുശേഷം ഇങ്ങനെ ഒരു സന്തോഷം കിട്ടി, എന്തായിരിക്കും അത് മൂന്നും കൂടി നമ്മൾ കൂട്ടി കണക്കുമ്പോൾ പറയാൻ പറ്റുന്നത്? എന്തായാലും സന്തോഷത്തിനുള്ള വലുത്. അതെ, സാമ്പത്തികം പ്രശ്നം തന്നെയാണ്. കാരണം എല്ലാവർക്കും എല്ലായ്പ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പിന്നെ ട്രീറ്റ്മെൻറ്റ് അല്ല എന്നാണ് എൻ്റെ തോന്നൽ. നമ്മളും അങ്ങനെ അഫോർഡബിൾ ആയിട്ടല്ല, പലപ്പോഴും പല രീതിയിലും ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പിന്നെ ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാലും ലാസ്റ്റ് വരുമ്പോൾ അഫോർഡബിൾ ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എല്ലാവരും പറയാത്ത കാര്യമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളവരൊക്കെ അങ്ങനെ വൈകി കഴിയുമ്പോൾ നമ്മളൊക്കെ 8 വർഷം 9 വർഷമായിട്ട് എടുത്ത് ഞങ്ങൾ ഈ IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താൻ. പക്ഷെ അത്രയും കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വേണം. നമ്മളല്ലാതെ തന്നെ ഓരോ വർഷവും 1-2 ലക്ഷം രൂപ നമ്മൾ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾക്കായി ചിലവാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്രയും കാലം കാത്തിരുന്ന് വീണ്ടും വലിയൊരു എമൗണ്ട് ചിലവാക്കാനേക്കാൾ നല്ലൊരു പക്ഷേ നേരിട്ട്, അതായത് നമ്മുടെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറുകയാണുള്ളതാണ് നല്ലത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം മലപ്പുറം ജില്ലയിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോർണറിലും ഉണ്ടാവും. അപ്പോൾ അതേപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ ക്രാഫ്റ്റിനെ പോലുള്ള ഒരു വളരെ പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ അങ്ങനെ നോക്കുന്നതാണോ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ചെറിയ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ക്രാഫ്റ്റിനെ പോലുള്ള സ്ഥാപനത്തിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ അനുഭവത്തിൽ, പേഴ്സണൽ അനുഭവത്തിലാണ് അവിടുത്തെ സൗകര്യങ്ങളും അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് രീതിയും അത്രയും പിന്നെ നമുക്ക് വളരെ ആത്മവിശ്വാസം, നല്ല സന്തോഷപ്രദം. അതായത് നല്ല രീതിയിലാണ് അവിടുത്തെ ഒരു സ്റ്റാഫായാലും ശരി ഡോക്ടേഴ്സായാലും ശരി എല്ലാവരുടെയും നമ്മളോടുള്ളൊരു പിന്നെ അപ്രോച്ച് അങ്ങനെയാണ്. നമ്മൾ IVF-ലേക്ക് ആദ്യമേ നോക്കിയില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ IVF ഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എന്തായിരുന്നു? ഇതിപ്പോൾ എടുത്തതിന് ശേഷമുള്ള ഒരു ധാരണയുണ്ട്, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ധാരണയുണ്ട്. എന്തുകൊണ്ടാണ് അത് എടുക്കേണ്ട അല്ലെങ്കിൽ പെട്ടെന്ന്? അങ്ങനെയല്ല, മുമ്പ് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. IUI ചെയ്തിരുന്നു 2 തവണ. ഓക്കെ, അതിനപ്പുറം IVF-നെ കുറിച്ച് അങ്ങനെ ധാരണയ്ക്ക് എത്തിയില്ല. പക്ഷേ ഡോക്ടർ സൂചിപ്പിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലായത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്ര റിസൾട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്തായിരിക്കും ഒരു ആളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ട്രീറ്റ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും. കാരണം ഞാനല്ലേ നേരത്തെ ചോദിച്ച പോലെ ഫിനാൻസ് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് എത്ര ചെറുതാണ്, എത്ര ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും എക്സ്പെൻസീവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് നേരിട്ട് IVF-ലേക്ക് പോകുന്നതായിരിക്കും ഫിനാൻഷ്യലി ബെറ്റർ ആയിട്ട് തോന്നും. അതായത് വർഷങ്ങളോളം പല ആളുകളുടെ അടുത്ത് പോയി ഒരുപാട് പൈസ ചിലവാക്കാതെ ഏതെങ്കിലും ഒരു നല്ലൊരു ആശുപത്രി കണ്ടെത്തി അവിടേക്ക് പോകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം? സത്യത്തിൽ ഫസ്റ്റ് ടെസ്റ്റ് നടത്തി സ്കാനിങ് ചെയ്ത് ഇവർ ഓക്കെ ആണെന്നും അത് ട്വിൻസ് ആണെന്നും പറഞ്ഞൊരു സമയമാണ്. ആ സമയമാണ്. അതെ, ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ റിസൾട്ട് വാങ്ങാന്. വിനായിട്ട് വാങ്ങണോ ഞാൻ വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ വിനായിട്ട് വരുന്നതിന് മുന്നേ വേഗം പോയി വാങ്ങിയിട്ട് ആ വാല്യൂ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സമയത്ത് തോന്നുന്നത് അതായത് പ്രീമിയമായിരുന്നു ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നു. അതിലൊരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ട്രാൻസ്ഫറിന് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം മാഡത്തിന് ഞാൻ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ മാഡത്തിനെ പോയി കണ്ടു. ഇവള് പറഞ്ഞൊരു ഡയലോഗുണ്ട് മാഡത്തിനോട്, മാഡത്തിൻ്റെ മുഖം കണ്ടാൽ മതി, എനിക്കൊരു സമാധാനമാണ്, അത് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാനും നമുക്ക് ഏത് സമയത്തും കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റുന്ന അത്രയും മറ്റു ഹോസ്പിറ്റലൊന്നും ചിലപ്പോൾ അങ്ങനെ കിട്ടിക്കൊള്ളുന്നത്. നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര പിന്നെ ഗൗരവത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടപെടാറ്. ഇവിടെ അങ്ങനെയൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഏതായാലും പെരിന്തൽമണ്ണയാണെങ്കിലും നമുക്ക് അത്രയും, കാരണം കൊടുങ്ങല്ലൂരിൽ അതേപോലെ തന്നെ സ്റ്റാഫായിട്ട് നമുക്ക് അത്രയും
ഈ സ്റ്റാഫ് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എന്താ പറയുക വരുമോ അവരായിട്ടുള്ള അമ്മ ഇത് ബന്ധമുള്ളതാണ്. പോയി പോയി ചില ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് ആരും നമ്മൾ അറിയില്ല, നമ്മളെ അവരറിയില്ല എന്നുള്ളൊരു മനോഭാവമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, വളരെ അമ്മ ഈ എന്താ ഭയങ്കര സന്തോഷമാണ് അവിടുത്തെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ ഡെലിവറി ഒക്കെ പെരുന്തോണ ക്ലാസ്സിലായിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിന് വേറൊരു മുഖം തന്നെയാണ്. പിന്നെ പെരുന്തോണ ക്ലാസ് ആ രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ പോകുന്നത്. നന്ദി പറഞ്ഞാൽ പോരാ, ഞങ്ങൾ എന്തായാലും ക്ലാസ്സിലേക്ക് വരണം. അമ്മ ഇടയ്ക്ക് പറയാറുണ്ട് അങ്ങോട്ട് പോകുന്നില്ലേ, പോണ്ടേ ഡോക്ടറുടെ അടുത്ത് പോകണം കാണണം എന്നൊക്കെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഏതായാലും ഞങ്ങൾ ദിവസം വരുന്നുണ്ട് അങ്ങനെ.